വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ശബരിമലയിൽ എന്നു മുതലാണ് ആളുകളെ കയറ്റുന്ന ഡോളി എത്തിയത് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ശബരിമല സന്ദർശിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, വയ്യാത്ത ആളുകൾക്കും സുഖമില്ലാത്ത ആളുകളെയും അല്ലാത്തവരെയും ക്യാഷ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും താഴത്തു നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴത്തേക്കും കൊണ്ടുവരുന്ന ഡോളി സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. അത് എന്ന് മുതൽ അവിടെ ശബരിമല വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. 1973 ഏപ്രിൽ മാസം 10 അന്നത്തെ നമ്മളുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയായിരുന്ന V.V. ഗിരി അദ്ദേഹം ശബരിമല സന്ദർശിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തെ താഴ്ത്തുന്ന മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ഡോളി, ഒരു ചൂരൽ കസേര, അതിനെ പിന്നീടാണ് ഡോളി എന്ന് വിളിച്ചു തുടങ്ങിയത്, ഒരു ചൂരൽ കസേര അതിലിരുത്തി 4 പേര് എടുത്താണ് അദ്ദേഹത്തെ ആ ചൂരൽ കസേരയിൽ സന്നിധാനത്ത് എത്തിച്ചത്. അന്ന് മുതലാണ് ശബരിമലയിൽ ഡോളി സംവിധാനം നിലവിൽ വരുന്നത്. ഈ 73 ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഡോളി ഒരു സ്റ്റാൻഡ് പോലെ തന്നെ ശബരിമലയിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്ന നമ്മുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് സന്നിധാനത്തും, അതേപോലെ തന്നെ പമ്പയിൽ മുകളിലേക്ക് കയറാനുള്ള ഭാഗത്ത് നമ്മുടെ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ താഴെ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് ഉള്ള ഭാഗത്ത് അവിടെയും ഒരുപാട് ഡോളികൾ നമുക്ക് ദർശിക്കാൻ കഴിയും. അന്ന് മുതലാണ് നമ്മളുടെ ഡോളി സംവിധാനം ശബരിമല നിലവിൽ വരുന്നത്. അന്ന് ഈ ഡോളി ചുമന്നിരുന്ന 4 പേർക്ക് ഒരു തിരുവനന്തപുരം പേയാടുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊഴികെ ബാക്കി 3 പേർക്കും അന്ന് സർക്കാർ ജോലി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അന്ന് ഡൽഹിയിൽ തിരിച്ചെത്തി. അതിനുശേഷം ഈ തന്നെ ചുമന്ന 4 പേർക്കും ജോലി കൊടുക്കാനായിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ വരികയും പേയാടുള്ള ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാവരും പേടിച്ചിട്ട് അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം അത് ജോലി കിട്ടുകയുണ്ടായില്ല. ബാക്കിയുള്ള 3 പേർക്കും സർക്കാരിൽ ജോലി കിട്ടുകയും